ആളിത്തണുത്തെടുത്ത് നിന്ന് ആളിക്കത്തുകയാണ് ഇറാൻ അമേരിക്ക സംഘർഷം. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയതു മുതൽ പുകഞ്ഞുകൊണ്ടിരുന്ന വിഷയം കഴിഞ്ഞ വർഷം ജൂണോടെ പൊട്ടിത്തെറിയിലെത്തി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക കൂടി ചേർന്നതോടെ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. ഇറാന്റെ ആണവ നിലയങ്ങളിൽ അമേരിക്ക ബോംബിട്ടു. അങ്ങനെ ഇനിയുമൊരു ആക്രമണത്തിന് മടിക്കില്ല എന്ന് അമേരിക്ക ഇറാനെ വ്യക്തമാക്കി കൊടുത്തു. കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ വർഷത്തിലെ അവസാന മാസത്തിൽ ഡിസംബർ 28-ന് ഇറാനിൽ ജനകീയ പ്രക്ഷോഭമുണ്ടായപ്പോൾ പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ജനങ്ങളോട് പ്രക്ഷോഭം ശക്തമായി നടത്താൻ ആഹ്വാനം ചെയ്ത ട്രംപ് അമേരിക്ക ഒപ്പമുണ്ട് എന്ന് വ്യക്തമാക്കി. അറസ്റ്റ് ചെയ്തവരെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ആക്രമണം ആസന്നമെന്ന് തോന്നിക്കുന്ന യുദ്ധക്കപ്പൽ നീക്കങ്ങളുമുണ്ടായി. പിന്നീട് അറബ് ലോകത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആക്രമണ നീക്കം ഉപേക്ഷിച്ചു. പക്ഷേ ഇറാനെ ആക്രമിക്കാൻ വീണ്ടും കോപ്പുകൂട്ടുകയാണ് ട്രംപ്. ജനകീയ പ്രതിഷേധം അടിച്ചമർത്തുന്ന ഇറാനെതിരെ സൈനിക നടപടിയിലേക്ക് US തിരിയുന്നു എന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഇറാനെ ഉടൻ ആക്രമിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അമേരിക്കയുടെ ഓരോ നീക്കങ്ങളും. അറബിക്കടൽ വഴിയോ പേർഷ്യൻ ഗൾഫ് മേഖല വഴിയോ US ആക്രമണം നടത്തുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെ ലക്ഷ്യമിട്ട് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ സജ്ജമാണ്. USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ ഇതിനായി മേഖലയിലേക്ക് എത്തിയെന്ന സൂചനയുമുണ്ട്. ദക്ഷിണ ചൈന കടൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്ന വിമാനവാഹിനി കപ്പൽ വൈകാതെ അറബിക്കടലിൽ നങ്കൂരമിട്ടേക്കും. നാവികസേനയുടെ അത്യാധുനിക ഡ്രോൺ MQ-4C ട്രൈറ്റൺ ഇറാൻ മേഖലയിലുണ്ട്. പ്രധാനമായും സമുദ്ര നിരീക്ഷണത്തിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ലക്ഷ്യം ചാരപ്രവർത്തനം മാത്രമാണ്. 50,000 അടിക്ക് മുകളിൽ 24 മണിക്കൂറിലധികം തുടർച്ചയായി പറക്കാൻ സാധിക്കുന്ന ഈ ഡ്രോണിന് ഒറ്റപ്പറക്കലിൽ വിശാലമായ സമുദ്ര മേഖലകൾ നിരീക്ഷിക്കാൻ കഴിയും. ഇതാണ് മുമ്പ് ഇറാനെ നിരീക്ഷിക്കാൻ അമേരിക്ക ഉപയോഗിച്ചത്. ആ ഡേറ്റയെല്ലാം ഇറാനെ ആക്രമിക്കുമ്പോൾ ഉപകരിക്കുമെന്ന് അമേരിക്കൻ സൈന്യം വിശ്വസിക്കുന്നു. ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾക്ക് സമീപത്തുകൂടിയുള്ള ഈ പറക്കൽ വരാനിരിക്കുന്ന വലിയ സൈനിക നീക്കത്തിന്റെ മുന്നോടിയായാണ് എന്ന് മുമ്പ് തന്നെ ആശങ്ക ഉയർന്നിരുന്നു. US-ന്റെ F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യയിലുണ്ട്. ഇസ്രായേൽ, ഖത്തർ പോലുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടെ പശ്ചിമേഷ്യയിൽ അമേരിക്ക കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചു. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന KC-135 വിമാനങ്ങളും ഇസ്രായേൽ, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് ടാഡ് പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും US വിന്യസിച്ചിട്ടുണ്ട്. ഇറാനെ പ്രതിസന്ധിയിലാക്കാൻ പല തലങ്ങളിലുമുള്ള സൈനിക നടപടികളാണ് US ആസൂത്രണം ചെയ്യുന്നത്. തുടക്കത്തിൽ മിസൈലുകളും ഡ്രോണുകളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആക്രമണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. സാഹചര്യം വഷളായാൽ ഇറാന്റെ ആണവ നിലയങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതും ഭരണകൂട മാറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളും US-ന്റെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് വാർത്തകൾ. വിമാനവാഹിനി കപ്പലുകളുടെ നീക്കവും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതും വേണ്ടിവന്നാൽ കടുത്ത ആക്രമണത്തിലേക്ക് കടന്നേക്കും എന്നതിൻ്റെ സൂചനകളായി വിലയിരുത്തപ്പെടുന്നു. സാധാരണഗതിയിൽ സൈനിക നീക്കങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാറുണ്ട് എങ്കിലും നിലവിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ വെളിപ്പെടുത്തിയുള്ള നീക്കം മുന്നറിയിപ്പായാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനങ്ങൾ എടുക്കുകയും അതിലും വേഗത്തിൽ അത് മാറ്റുകയും ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലെ ഗൾഫ് മേഖലയിലും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്രമണം ഉടനില്ലെന്നും സ്ഥിതിഗതികൾ വിശകലനം ചെയ്യുകയാണ് എന്നും പറഞ്ഞ് 24 മണിക്കൂറിനകം ട്രംപ് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതായി വെളിപ്പെടുത്തി. വർഷങ്ങളോളം നീളുന്ന വൻ ചെലവേറിയ യുദ്ധത്തിന് ട്രംപ് തയ്യാറല്ല. ഉടൻ ഫലം കിട്ടുന്ന പെട്ടെന്ന് കീഴടക്കാൻ പാകത്തിനുള്ള ആക്രമണം, അതാണ് ട്രംപിന്റെ ഉന്നം. റഷ്യ ഉക്രൈൻ യുദ്ധം പാഠമായത് പുടിനോ സെലൻസ്കിക്കോ അല്ല, അത് ട്രംപിനാണ് എന്ന് വ്യക്തം. വെനസ്വേലയിലെ നടപടി പോലെ ഖമനിയെ പുറത്താക്കി ഭരണം റസ പഹലവിയെ ഏൽപ്പിക്കാനാണ് ട്രംപിന്റെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനെതിരായ യുദ്ധം ആരംഭിച്ചാൽ ലോകത്തിന് എണ്ണ എത്തിക്കുന്ന ഹോർമൂസ് കടലിടുക്കിനെയും അതുവഴി ഗൾഫ് രാജ്യങ്ങളെയും ബാധിക്കും. ഈ പ്രദേശത്ത് ആക്രമണം നടത്താൻ ഇറാന് എളുപ്പമാണ്. അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് ദുഷ്കരവും. അതിനാൽ കൂടുതൽ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് കടക്കാതെയുള്ള സൈനിക നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യത. അമേരിക്കയ്ക്ക് വിനയാകുന്ന മറ്റൊരു കാര്യം ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലും ആ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും എന്നതാണ്. ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ പ്രധാന പങ്കാളിയായ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു.
അയൺ ഡോം ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിനുണ്ട് എങ്കിലും ഗാസയിലും ലെബനനിലും ഒരേ സമയം ആക്രമണം നടത്തുന്ന ഇസ്രയേലിന് ഇത് കൂടുതൽ സമ്മർദ്ദമാകും. അതിനിടെ ഇറാനും തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കി ഹിസ്ബുള്ളയെയും ഹൂതികളെയും കൂട്ടുപിടിച്ച് പരോക്ഷമായ ആക്രമണങ്ങൾക്ക് ഇറാൻ ശ്രമിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം ഇറാനിൽ ഒരു മാസത്തോളമാകുന്ന ജനകീയ പ്രതിഷേധത്തിൽ 3117 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ട്. ഇതിൽ സുരക്ഷാ സേനാംഗങ്ങളുമുണ്ട്. എന്നാൽ മരണസംഖ്യ 20,000 പിന്നിട്ടിരിക്കാമെന്നാണ് വിവിധ രാജ്യാന്തര സംഘടനകൾ പറയുന്നത്. ഡിസംബർ 28-ന് ടെഹ്റാനിൽ ഇറാനി റിയാലിന്റെ മൂല്യം ഇടിഞ്ഞതിനെതിരെ വ്യാപാരികൾ ആരംഭിച്ച സമരമാണ് പിന്നീട് രാജ്യവ്യാപക സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറിയത്.